ഒരു നിമിഷം ഞാൻ ഇടപെടുകയാണ്. ശ്രീ മാത്യു കുഴൽനാടൻ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ അവിടെയുണ്ട്. അതിനകത്ത് ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ വി എസ് വിജയൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ മാത്യു കുഴൽനാടൻ, അറിഞ്ഞിടത്തോളം ഞാൻ പശ്ചിമഘട്ടത്തിൻ്റെ 4/3 ഭാഗവും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ജയറാം രമേശ് 2010 ഈ കമ്മിറ്റിയെ ഏൽപ്പിക്കുമ്പോൾ പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ ഏത് വിധത്തിലാണ് എന്നതൊക്കെ അങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ അതിന് വളരെ കാലം ഇപ്പറഞ്ഞ വിദഗ്ധർ പഠിച്ച് തയ്യാറാക്കിയ 522 പേജ് വരുന്ന റിപ്പോർട്ടിനകത്ത് പശ്ചിമഘട്ടത്തിൻ്റെ 4/3 ഭാഗവും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അവ 3 സോണുകളായി തിരിച്ച് അതാതിടങ്ങളിൽ ആപ്ലിക്കബിളായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് സംരക്ഷിക്കണം, ഇന്ന കാര്യങ്ങൾ സംരക്ഷിക്കണം, ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തേണ്ടുന്ന വിധത്തിൽ ഗ്രാമസഭകളെ കൂടെ അതിൻ്റെ ഭാഗമാക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നടപ്പാക്കുന്ന ഇപ്പം സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ, സാധാരണക്കാരനായ ഒരാൾ ആലോചിക്കുമ്പോൾ ഇത് നടപ്പാക്കുന്നതിൽ ഒരു ജനാധിപത്യത്തിൻ്റെ അംശം ഇവർ പറയുന്നതിലെങ്കിലും കാണുന്നുണ്ട്. പക്ഷേ കസ്തൂരിരംഗൻ എന്ന ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ ISROയുടെ മുൻ ചെയർമാൻ വന്ന് എക്സിക്യൂട്ടീവ് ഓർഡറായി, എന്ന് വെച്ചാൽ MT രമേശ് പറയുന്ന അങ്ങനെ എക്സിക്യൂട്ടീവ് ഓർഡറായി ഇന്നതാണ് നടപ്പാക്കേണ്ടത് ഇതിന്മേൽ എന്ന് എഴുതി വെക്കുന്നതാണോ ജനാധിപത്യം? ഈ പറയുന്നത് രണ്ടും കൂട്ടിവെക്കുമ്പോൾ ജനാധിപത്യമുള്ളത് ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ടിലാണ്, വിരുദ്ധത കസ്തൂരിരംഗന്റെ നിലപാടുകളിലാണ് എന്നല്ലേ സാധാരണക്കാർക്ക് തോന്നുക? സനീഷ്, ഒരിക്കലുമല്ല. ഞാൻ ഇവിടെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറഞ്ഞില്ല എന്നുള്ള നമ്പർ 1. ഞാൻ ഇപ്പോഴും പറയുന്നു, പേജ് നമ്പർ 3 ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കോംപ്രിഹെൻസീവ് കൺസൾട്ടേഷൻ പ്രോസസ്സ് എന്നാണ്. സർക്കാർ നിങ്ങളോട് ആവശ്യപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യാതിരുന്നിട്ട് ഇത് സർക്കാർ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പറ്റുമോ? അവിടെ പോയി അതിനാണോ ഗാഡ്ഗിൽ കമ്മിറ്റിയെ വെച്ചത്? പിന്നെ ഇവിടെ രണ്ടാമതൊരു ന്യായം അല്ലെങ്കിൽ വാദം ഉയർത്തിക്കൊണ്ട് വരുന്നത് ഗാഡ്ഗിലാണ് എക്സ്പേർട്ട്, കസ്തൂരിരംഗൻ എക്സ്പേർട്ട് അല്ല എന്നല്ലേ പറഞ്ഞു വരുന്നത്. ഞാൻ പറയാം, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനോട് ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടു ഐഡൻറ്റിഫൈ ദ ബൗണ്ടറീസ് ഓഫ് വെസ്റ്റേൺ ഗാട്ട്സ് എന്നാണ്. വെസ്റ്റേൺ ഗാട്ടിൻ്റെ അതിരുകൾ തീരുമാനിക്കാനാ. ഞാൻ വളരെ ആധികാരികമായി പറയുന്നു, വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ അതിരുകൾ തീരുമാനിക്കാൻ ഗാഡ്ഗിലിനേക്കാളും 10 മടങ്ങ് ഇരട്ടി എക്സ്പെർട്ടൈസ് ഉള്ള ആളാണ് കസ്തൂരിരംഗൻ. കാരണം അദ്ദേഹം സ്പേസ് സയൻറ്റിസ്റ്റ് ആയിരുന്നു. റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ച് ഗാഡ്ഗിലിന് എന്തറിയാമെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ മറുപടി പറയും? എങ്ങനെയാണ് അതിന് കണ്ടുപിടിച്ചത്? ഗാഡ്ഗിൽ എന്താ ചെയ്തത്? ഗാഡ്ഗിൽ കമ്മിറ്റി എന്താ ചെയ്തത്? നിങ്ങൾ എന്ത് മാനദണ്ഡത്തിലാണ് നിങ്ങൾ താലൂക്കുകളാക്കിയത്? ദാറ്റ് ഈസ് ഫോർ യുവർ കൺവീനിയൻസ്, നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്സ് എന്ന നിലയ്ക്ക് താലൂക്കുകൾ മുഴുവൻ നിങ്ങൾ ESI ആക്കി. നിങ്ങൾക്കങ്ങ് എഴുതി വെച്ചാൽ മതി. അനുഭവിക്കുന്ന ഇവിടുത്തെ ജനങ്ങളാണ്. നിങ്ങൾ എന്ത് സയൻറ്റിഫിക് അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ അതിരുകൾ തിരിച്ചത്? ഇവിടെ താലൂക്ക് തിരിച്ചതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ കേരളത്തിലും മറ്റ് സംസ്ഥാനം ചെയ്തതിന് നിങ്ങൾ അതിൻ്റെ ഒരു സയൻറ്റിഫിക് എക്സസൈസും ഉണ്ടായില്ല. സിംപിളി പകുതിയിൽ കൂടുതൽ സോൺ 1 വരുന്നെങ്കിൽ നിങ്ങൾ ആ താലൂക്ക് മൊത്തം ESI ആക്കി. അങ്ങനെയല്ലേ ചെയ്തത്? പക്ഷേ കസ്തൂരിരംഗൻ ചെയ്ത് റിമോട്ട് സെൻസിങ്ങിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനല്ല. ദ മേജർ മാൻഡേറ്റ് ഫോർ ദ കമ്മിറ്റി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഏൽപ്പിച്ചിരുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ അതിരുകൾ സംരക്ഷിക്കാനായി. സംരക്ഷണത്തെ സംബന്ധിച്ച് നമ്മൾക്ക് വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ട്. എങ്ങനെ സംരക്ഷിക്കണമെന്നതിനെക്കുറിച്ച് ഒരുപാട് ശുപാർശകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് പശ്ചിമഘട്ടത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. കാരണം അതിനുവേണ്ടിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ വെച്ചത്. ആ കാര്യത്തിൽ ഗാഡ്ഗിൽ കമ്മിറ്റിയെക്കാളും 10 ഇരട്ടിയിലേറെ എക്സ്പെർട്ടൈസ് ഉള്ള ആളാണ് കസ്തൂരിരംഗൻ. അങ്ങനെ ഗവൺമെൻറ് ചുമ്മാ ഒരു വെളിവും വിവരവും ഇല്ലാതെ ഒരാളെ ഏൽപ്പിച്ചു എന്ന നിലയിൽ സംസാരിക്കുന്നത് ശരിയല്ല. കാര്യങ്ങൾ അറിയാതെ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ VS വിജയനോട് പങ്കെടുക്കുന്നുള്ളൂ, അദ്ദേഹം പറയട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഏൽപ്പിച്ചിരുന്നത് ഇതിൻ്റെ അതിരുകൾ അടയാളപ്പെടുത്താനാണ്. അതിരുകൾ എങ്ങനെയാണ് നിങ്ങൾ അടയാളപ്പെടുത്തിയത്? ഇവിടുത്തെ സർക്കാർ താലൂക്കിൻ്റെ മാപ്പല്ലേ നിങ്ങൾ എടുത്തത്? അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതിന് മറുപടി ഉണ്ടോ? ഞാൻ ഇടപെടുകയാണ്. ശ്രീ വി എസ് വിജയൻ, ഞാനൊന്നും ചോദിക്കുന്നില്ല, താങ്കൾ പറഞ്ഞോളൂ. അല്ല, ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ കോൺഗ്രസിലെ സുഹൃത്തിനോട് പറയാനുള്ളത്, ദയവായിട്ട് ആ റിപ്പോർട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുന്നതാണ്. അതെനിക്ക് പറയാനുള്ളൂ. കസ്തൂരിരംഗനെ കുറിച്ചിട്ട് അങ്ങയുടെ എക്സ്പെർട്ടീസിനെ കുറിച്ചൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ബൗണ്ടറി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഗാഡ്ഗിലിന് ഇതിനെക്കുറിച്ച് എന്തറിയാമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ആവശ്യമില്ലാത്ത ചില ചോദ്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റ് ചെയ്യുന്ന വർക്ക് പോലും കസ്തൂരിരംഗന് മനസ്സിലാവില്ല എന്ന് ഞാൻ എഴുതി വെക്കാം. ഇത് വെറുതെ ആകാശത്ത് നിന്നുള്ള ഫോട്ടോ എടുത്തിട്ടല്ല ചെയ്യണത്. ഇതും ബയോളജിയുമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനാണ് അദ്ദേഹത്തിന് ഇല്ലാതെ പോയത്. ആ കണക്ഷനാണ് ഗാഡ്ഗിലിന്റെ സ്റ്റുഡൻസും ഞങ്ങളൊക്കെ കൂടെ ചെയ്തത്. ഞങ്ങൾക്ക് ഒരുപാട് ബയോളജി അറിയാം. ബാക്കിയുള്ള ആൾക്ക് ഈ ഇതിനെക്കുറിച്ച് മാപ്പിംഗ് ഒക്കെ ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട് സുഹൃത്തെ. അതിന് ISROയുടെ ചെയർമാനൊന്നും വേണ്ട. KFRയിൽ നല്ല മിടുക്കന്മാർ കൂടിയുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഇത് അറിയാവുന്നുണ്ട്. ഇത് അത്ര വലിയ സംഗതി ഒന്നും അല്ലാതെ. ഇതിൽ മനസ്സിലാക്കാതെ പോയത്
താങ്കൾ ഈ റിപ്പോർട്ടിന്റെ അന്തസത്ത മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. വളരെ വ്യക്തമായിട്ട് പറയും, താങ്കൾ ഇതിന്റെ അന്തസത്ത മനസ്സിലാക്കിയിട്ടില്ല. ഈ റിപ്പോർട്ടിൽ ഞങ്ങൾ ഒരു കാര്യവും ഫൈനലായിട്ട് പറഞ്ഞിട്ടില്ലോ. താങ്കൾ ഒന്ന് നോക്കൂ, അത് വായിച്ചിട്ട്. അത് അജണ്ടയാണ്, ഡിസ്കഷന് വേണ്ടി വെച്ചിരിക്കുന്നതാണത്. അതിലെന്താ പ്രശ്നമൊന്നും മനസ്സിലാകും. അതല്ലേ ജനാധിപത്യം. ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ ജനങ്ങൾ തീരുമാനിക്കട്ടെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. ഇതിനേക്കാൾ കൂടുതൽ ജനാധിപത്യം എവിടെയുള്ളത്? അത് തിരിച്ച് ഇതിങ്ങനെ പറയുന്നതിന് അർത്ഥമില്ല. ഞാൻ ഒരു കാര്യം താങ്കളോട് പറയുന്നു, താങ്കൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ തരൂ, ഞാൻ വന്ന് നിന്നിട്ട് നമുക്ക് സംസാരിക്കാം ഇത് എന്താണെന്നുള്ളത്. ഇത് മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ജനങ്ങളുടെ സമയം പോവും, നമ്മുടെ സമയം പോവും. താങ്കൾക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നു. പിന്നെ പറഞ്ഞു അല്ല സാർ, ഒരു മിനിറ്റ്, ഒരു പ്രയർ ഇൻഫോംഡ് കൺസെന്റ് വേണം. പ്രയർ ഇൻഫോംഡ് കൺസെന്റ് ഫോർ വാട്ട്? ഇത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശുപാർശയാണ്, ഇതൊരു ഫൈനൽ ഓർഡർ ഒന്നുമല്ല ഇത്. അപ്പൊ പിന്നെ ഈ പ്രയർ ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുമ്പോൾ ഈ അജണ്ട വെക്കുന്നതിനാണ് ഇത് വേണ്ടത്, അല്ലല്ലോ. ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് അത് വേണ്ടത്. ആ തീരുമാനം എടുക്കുന്നത് ജനങ്ങൾ തന്നെയാണ്. പിന്നെ എവിടെയാണ് പ്രയർ ഇൻഫോംഡ് കൺസെന്റിന്റെ പ്രശ്നം വരണം? അവരാണ് തീരുമാനം എടുക്കുന്നത്. അത് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. വേറൊരു കാര്യം എനിക്ക് ഫാദർ സെബാസ്റ്റ്യനോടും നമ്മുടെ കോൺഗ്രസിലെ സുഹൃത്തിനോടൊക്കെ പറയാനുള്ളത്, ഒരു ഏരിയ നമ്മൾ ESI ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന തെറ്റായൊരു ധാരണയുണ്ട്. ഇത് അങ്ങനെയല്ല. ESI വരേണ്ടത് ജനവാസമുള്ള സ്ഥലത്ത് തന്നെയാണ്. താങ്കൾ പറഞ്ഞ പോലെ കാടുകൾ സംരക്ഷിക്കുന്നതിന് ഇവിടെ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ജനവാസമുള്ള സ്ഥലത്ത് അവിടെ പ്രകൃതി നശിക്കുമ്പോൾ, അവിടുത്തെ മണ്ണിടിഞ്ഞു പോകുമ്പോൾ, അവിടെ ഇക്കോളജിക്കൽ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അത് റെസ്റ്റോർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ESI കൊണ്ടുവരുന്നത്. ESI ലോകത്ത് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഒരു അഗ്രോ ഇക്കോ സിസ്റ്റത്തിലാണ്, UK. അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ജനങ്ങൾ ഇല്ലാത്തടത്തല്ല ഇത് ESIയുടെ ആവശ്യം. ESI വന്നതുകൊണ്ട് അവിടെ ആളുകളെ ഇറക്കി വിടുന്ന പ്രശ്നമേ ഇല്ല. ESI ഉണ്ടെങ്കിലാണ് ആ സ്ഥലത്തിന് നമുക്ക് ഫലഭൂയിഷ്ടമായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കണം പ്ലീസ്. ESI ഈസ് നോട്ട് EFL. EFL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോട്ടലി ഡിഫറന്റ് ആണ്. അവിടെ ജനവാസം സമ്മതിക്കില്ല, ഉള്ളതൊക്കെ ഒഴിച്ചുവിടാനുള്ള ശ്രമമാണ്. അത് വേറെ, അത് ടോട്ടലി ഡിഫറന്റ് ആണ്. ഇവിടെ ഇത് രണ്ടും കൂടി ഒരു കൺഫ്യൂഷൻ നേതാക്കന്മാരിൽ വന്നു. ആ കൺഫ്യൂഷൻ ജനങ്ങളിലേക്ക് പാർത്തുകയും ചെയ്തു. ഇതാണ് പ്രശ്നം ഉണ്ടായത്. ഇടുക്കിയിൽ മുഴുവൻ ഇത് പറഞ്ഞ് പടത്തിക്കളഞ്ഞു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. EFL ഭാര്യയാവും, നിങ്ങളെ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഒരു മനുഷ്യനെ ഒരു വിധത്തിൽ ഇറക്കി വിടുന്ന പ്രശ്നം ഗാഡ്ഗിൽ കമ്മിറ്റി പറയുന്നില്ല. ക്ഷമിക്കണം ശ്രീ VS വിജയൻ, ഞാൻ ഇപ്പോൾ MP ശ്രീ ജോയ്സ് ജോർജ് കൂടെ ടെലിഫോണിൽ ചർച്ചയിൽ ചേരുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജോയ്സ് ജോർജ്, താങ്കൾ ഇക്കാര്യം ചർച്ച ചെയ്യപ്പെടുകയും കേരളത്തിന്റെ വലിയ രാഷ്ട്രീയ പ്രശ്നമായി ഉയരുകയും ചെയ്ത കാലത്ത് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നേതാവായിരുന്നു, ഇപ്പോൾ MP കൂടെയാണ്. ഏത് വിധത്തിലാണ് ഇന്നത്തെ BJP സർക്കാരിന്റെ നിലപാടിനെ താങ്കൾ കാണുന്നത്? അവർ ഹരിത ട്രിബ്യൂണലിലെടുത്ത നിലപാടിനെ. അദ്ദേഹം ടെലിഫോണിൽ നിന്ന് പോയിരിക്കുന്നു. ശ്രീ MT രമേശ്, ബഹുമാന്യരാണ് മാധവ് ഗാഡ്ഗിൽ. VS വിജയനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി മേഖലയിൽ അദ്ദേഹത്തിനുള്ള അറിവ് വലിയ തോതിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ബഹുമാന്യനാണ് അദ്ദേഹവും. ഈ പരിസ്ഥിതി പ്രവർത്തകരെല്ലാം വളരെ ആവർത്തിച്ച് ഇക്കാര്യങ്ങൾ മാധവ് ഗാഡ്ഗിൽ സമിതി എന്തുകൊണ്ടാണ് ജനാനുകൂലവും പരിസ്ഥിതിയെ നമ്മുടെ ഭാവിയെ സംരക്ഷിക്കുന്നതുമാകുന്നത് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അവർക്ക് കേരളത്തിൽ ഏക പ്രതീക്ഷയുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി BJP ആയിരുന്നു. CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒരു പക്ഷം പിടിച്ച് മാധവ് ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ട് തള്ളിക്കളയണം എന്ന നിലപാട് സ്വീകരിച്ചവരായിരുന്നു. CPM പിണറായി വിജയൻ എഴുതിയ 3 ദിവസങ്ങളായി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പക്ഷേ ചർച്ചകൾക്ക് ശേഷമേ ഇത് നടപ്പാക്കാവൂ എന്ന, പിന്നീട് വേണമെങ്കിൽ അനുകൂലിക്കാവുന്ന, മാധവ് ഗാഡ്ഗിനെ അനുകൂലിക്കാവുന്ന ഒരു പഴുതുകൂടെ വെച്ചിരുന്നു. എങ്കിൽ പോലും മാധവ് ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ടാണ് കേരളത്തിൻ്റെ ഭാവിക്ക് ഉതകുന്നത്, നല്ലത്, നടപ്പാക്കേണ്ടത് എന്ന നിലപാട് ശക്തമായി സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായിരുന്നു BJP. പക്ഷേ ഈ BJPക്ക് ഇത്രമേൽ അധികാരത്തോടുകൂടി രാജ്യത്തിൻ്റെ അധികാരത്തിൽ ഭരണചക്രം തിരിക്കാനുള്ള അവസരം കിട്ടിയിട്ടും നടക്കുന്നത് ഇതാണ് ആത്യന്തികമായി. അത് എത്രമേൽ സങ്കടകരമാണ്? എങ്ങനെയാണവ അത് ഗുണകരമായ വിധത്തിൽ പരിവർത്തിപ്പിക്കുക? ഇതിൽ കേരളത്തിലെ കോൺഗ്രസും CPM-ന്റെ ഈ നിലപാട് ഈ 2 റിപ്പോർട്ടും വേണ്ട എന്നുള്ളതാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞപ്പോഴാണ് അതിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ കേരള ഗവൺമെൻറ് ഭാഗത്ത് കേരളത്തിലെ പാർട്ടികളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് 2 റിപ്പോർട്ട് വന്നിട്ടുണ്ട്. CPM പറഞ്ഞത് 3ാമത് റിപ്പോർട്ട് വരട്ടെ എന്നാണ്.
അപ്പൊ ഫലത്തിൽ പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ വേണ്ടി 2 റിപ്പോർട്ടുകളും വേണ്ട, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് കോൺഗ്രസും CPM കേരളത്തിൽ എത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഏതായാലും ആ നിലപാടല്ല. ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട്, അത് ഗാഡ്ഗിൽ റിപ്പോർട്ടാണ് സാധിക്കുക, അത് നടപ്പിലാക്കണമെന്നാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എന്നിട്ടും കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് ചെയ്യിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെന്റ് മുമ്പാകെ പല സമ്മർദ്ദങ്ങളുണ്ടാവാം, ഞാനതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ആ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് ശരിയായ രീതിയിലേക്ക്, ഞങ്ങൾ വിശ്വസിക്കുന്ന ശരിയായ രീതിയിലേക്ക് തീരുമാനം എത്തിക്കാനുള്ള ശ്രമമാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പ്രകാശ് ജാവ്ദേക്കറോട്, കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയോട് ഈ കാര്യം പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് തള്ളിയിട്ടില്ല എന്ന് അദ്ദേഹം നിലപാടെടുത്തത്. ആ നിലപാടായിരുന്നു കഴിഞ്ഞ 2-3 മാസമായിട്ടുള്ളത്. കഴിഞ്ഞൊരു 2 ആഴ്ചക്കാലത്തെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ കർക്കശമായിട്ട് ഹരിത ട്രിബ്യൂണൽ കേന്ദ്ര ഗവൺമെന്റിനോട് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണം, ഒരു നിലപാടെടുക്കണം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ ഒരു നിലപാടുണ്ട്, കഴിഞ്ഞ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാടുണ്ട്. ആ നിലപാട് മാറ്റിക്കൊണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സാങ്കേതികമായിട്ടുള്ള പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടായേക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കറിയില്ല, അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ഇന്നിപ്പോൾ ഒരു നിലപാടിലേക്ക് എത്തേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്നുള്ളൊരു പൊതുവികാരം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത് എല്ലാ ഭാഗത്തും നിലനിൽക്കുന്നുണ്ട്. ആ വികാരത്തിനനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദമുണ്ടാവണം. ശക്തമായിട്ടുള്ള ജനകീയ സമ്മർദ്ദം ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള നിലപാടുകളും തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിൽ മറ്റു താല്പര്യങ്ങളൊന്നുമില്ല, ഒരു താല്പര്യവും ഈ കാര്യത്തിലില്ല. അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പറയുന്ന ആളുകൾക്കൊക്കെ തന്നെ പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് അതിനുതകുന്ന റിപ്പോർട്ട് ഏതാണ് എന്ന കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാക്കാൻ വേണ്ട പരിശ്രമം കുറച്ചു നാളായി കേന്ദ്ര ഗവൺമെന്റ് നടത്തുകയായിരുന്നു. ആ സമവായം എത്തിക്കാൻ സാധിക്കാത്തൊരു പശ്ചാത്തലത്തിലാണ് നിലവിൽ കഴിഞ്ഞ ഗവൺമെന്റ് സ്വീകരിച്ച ഒരു സമീപനത്തിൽ നിൽക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായത്. പക്ഷേ ഗാഡ്ഗിൽ റിപ്പോർട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും BJPയുടെ ഭാഗത്തുണ്ടാകുന്നതിന് ചെയ്യും.